നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് അതിൻ്റെ ക്ലെയിം പ്രോസസ്സ് ഭയങ്കര ഈസി ആയിരിക്കണം, നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇതൊരു 3 പാർട്ടീസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഒന്ന് ഹോസ്പിറ്റൽ, ഒന്ന് നമ്മൾ, അതായത് കസ്റ്റമർ, പിന്നെ ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലാൻഡ് ഹോസ്പിറ്റലൈസേഷൻ ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് അതിൻ്റെ ഒരു പ്രീ അപ്രൂവൽ എടുത്തു വയ്ക്കുക. അപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ ഭയങ്കര സിമ്പിളായിരിക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ഒരു 3 ടൈംസെങ്കിലും പോയിട്ട് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഡിസ്ചാർജ് സമയത്ത് നമുക്ക് കൂടുതൽ വെയിറ്റിംഗ് വരില്ല. പിന്നെ നമുക്ക് ഈ നമ്മുടെ ഒരു കാര്യത്തിന് അഡ്മിറ്റായി അതിനുശേഷം എന്തെങ്കിലും ചേഞ്ച് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ബൈസ്റ്റാൻഡറുടെ ഭാഗത്തുനിന്നും കസ്റ്റമറുടെ ഭാഗത്തുനിന്നും. അപ്പോൾ ക്ലെയിം എപ്പോഴും ഇൻഷുറൻസ് കമ്പനി മാത്രം ഒരു റെസ്പോൺസിബിലിറ്റി അല്ല, നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് ഡേ.